ഹലോ, കേരള പി എസ് സിയുടെ ഡിഗ്രി ലെവൽ പ്രിലിംസിന് വന്ന ഒരു മാത്സിൻ്റെ ചോദ്യമാണിത്. ഇതാ, നിങ്ങൾ പോസ് ചെയ്ത് വായിച്ചോ. ഞാൻ വായിക്കത്തില്ല, സമയപരിധി ഉള്ളതുകൊണ്ട്. വായിച്ചല്ലോ. വെറും 1.5 മിനിറ്റിൽ ഞാനിത് നിങ്ങൾക്ക് സോൾവ് ചെയ്ത് കാണിച്ചു തരാം. വാ. ഓക്കെ, അപ്പോൾ ഇതാ സംഭവം എത്രേ ഉള്ളൂ. നമ്മളോട് ചോദിച്ചിട്ടുള്ള രാജുവിൻ്റെ സൈക്കിളിൻ്റെ ഒറിജിനൽ പ്രൈസാണ്. അത് നമുക്ക് എക്സ് എന്ന് എടുക്കാം. അതായത് എന്താ, രാജുവിന് ചിലവായ പൈസ, രാജു വാങ്ങിയ പൈസ, അത് കോസ്റ്റ് പ്രൈസ് ആണല്ലോ. എന്നിട്ട് എന്താ, രാജു ഏതോ ഒരു പ്രൈസിന് വിൽക്കുന്നു, സെല്ലിംഗ് പ്രൈസ്. അതെന്താണെന്ന് പറഞ്ഞാൽ 20% വിലക്കുറവിനെ വിറ്റ്. 20% എന്ന് പറഞ്ഞാൽ എന്താ, 5-1 5 കുറച്ചല്ലേ കൊടുക്കുന്നത്. അപ്പോൾ 5 - 1 ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ കുറയ്ക്കുക. എന്താ, 4/5. അപ്പോൾ എക്സ് ഇൻറ്റു 4/5 ഇത് എന്ത് 20% കുറവിന് വിറ്റത്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്, 10% കുറവിന് വിറ്റിരുന്നെങ്കിൽ 20% 1/5 10% എന്താ 10/1 അപ്പോൾ കുറവ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താ 10 - 1 9/10. അപ്പോൾ അത് അങ്ങനെ കൊടുത്തിരുന്നെങ്കിൽ ഉള്ള എന്താ 10% കുറച്ച് കൊടുത്തിരുന്നെങ്കിൽ എന്തായനെ, എക്സ് ഇൻറ്റു 9/10. 10 1 പോയാൽ 9 അല്ലേ, 9/10. അപ്പോൾ എക്സ് ഇൻറ്റു 9/10. ഇനി ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താ, അങ്ങനെ കൊടുത്തിരുന്നെങ്കിൽ 10% കുറവ് കൊടുത്തിരുന്നെങ്കിൽ ആദ്യം കൊടുത്തതിന് ഒരു 100 രൂപ കൂടുതൽ കിട്ടിയേനെ. അതെന്താ, ഇത് പ്ലസ് 100 ഇത് എന്നല്ലേ. അതായത് എന്താ 4x/5 എന്ന് പ്ലസ് 100 ആണ് എന്ത് 9x/10. 9x/10. അപ്പോൾ എന്താ ചെയ്യുമ്പോൾ എന്താ 4x + 500/5 = 9x/10. ഇതും വെട്ടിപ്പോൾ ഇവിടെ 2. അപ്പോൾ എന്താ എന്ത് വന്നു, 8x + 500 = 9x. അപ്പോൾ എക്സ് അപ്പുറത്ത് പോകുമ്പോൾ എന്താ എക്സ് = 9x അല്ല, ഇതേ 8x + 1000 കേട്ടോ, 2 ഇങ്ങോട്ട് വന്നത്, അത് വിട്ടുപോയി. അപ്പോൾ 8x + 1000 = 9x. അപ്പോൾ 8x അപ്പുറത്തോട്ട് മാറ്റുമ്പോൾ എന്താ, എക്സ് എന്ന് പറഞ്ഞാൽ 1000 ആയി. അതെന്താ എക്സ് ആയിട്ട് നമ്മൾ എടുത്ത എന്താ, രാജുവിൻ്റെ സൈക്കിളിൻ്റെ വില എത്ര, ഓപ്ഷൻ ഏതാ, ഓപ്ഷൻ എ 1000. അപ്പോൾ 1000 രൂപയുടെ സൈക്കിളാണ് രാജു ഇങ്ങനെ മണ്ടത്തരം കാണിച്ചത്. ഓക്കെ, ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ട്, അയ്യോ ഇയാളെന്തൊരു ചങ്ങാതിയാണ്, ഞങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കുറച്ച് പതുക്കെ പറഞ്ഞുകൂടെയെന്ന്. ഒരു വിഷമം നിങ്ങൾ വിചാരിക്കേണ്ട. ഈ വീഡിയോ അല്ലേ, ഞാൻ ഇപ്പോൾ ഇട്ടിട്ടുള്ള വീഡിയോ ആണ് ചാനലിൽ. ഇതിൽ ഞാൻ വളരെ വിശദമായിട്ട് പതുക്കെ നിങ്ങൾക്ക് ഈ കണക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. പ്രാക്ടീസ് ചെയ്താൽ എന്നെ പോലെ 1.5 മിനിറ്റിൽ നിങ്ങൾക്ക് ചെയ്യാം. ആക്ച്വലി ഇത് 1.5 മിനിറ്റിലല്ല, ഞാൻ തന്നെ ചെയ്യുമ്പോൾ 1 മിനിറ്റിനുള്ളിൽ തന്നെ ഞാൻ ചെയ്യുന്നുണ്ട്. അത്രയും ടൈം നിങ്ങൾക്ക് സേവ് ചെയ്യാം. ഇതുപോലെ കൂടുതൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ വന്ന് നോക്കിയാൽ മതി, എല്ലാം ഉണ്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.